ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആപ്പിൾ ഐഫോൺസിൽ ഏതെങ്കിലുമൊക്കെ ബ്രൗസറിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഫോട്ടോസ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു വീഡിയോ അവിടെ കാണാൻ കഴിയുന്നുണ്ടാവില്ല. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം ബ്രൗസറിൽ നമ്മൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതെങ്ങനെ ഫോട്ടോസ് ആപ്പിലോട്ട് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് സഫാരി ബ്രൗസറാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളിന് എനിക്ക് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സാധാരണ പോലെ ഡൗൺലോഡ് ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. പക്ഷേ ഇത് ഡൗൺലോഡായി കഴിഞ്ഞാലും നമുക്ക് ഇത് ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ കാണാൻ കഴിഞ്ഞോളണം എന്നില്ല. ഇപ്പം ഈ ഒരു വീഡിയോ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇപ്പം ഇവിടെ താഴെ ഒരു ബട്ടൺ കാണാൻ പറ്റും, ഇതുപോലത്തെ ഒരു ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൗൺലോഡ് ആവുന്ന ആ ഒരു വീഡിയോ നമുക്കിവിടെ കാണാൻ പറ്റും. ഡൗൺലോഡ് ആവാൻ വെയിറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ കാണാൻ പറ്റില്ല. അപ്പം ഫയൽ ഫോട്ടോസ് ആപ്ലിക്കേഷനിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുക. വീഡിയോ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പം നമുക്ക് സേവ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സേവ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഫോട്ടോസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും. ഇതാണ് ആ ഒരു വീഡിയോ. ഇനി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീസെൻറ്റ് ഡേയ്സ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും. ഇപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ബ്രൗസറിന് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫോട്ടോസ് ആപ്പിലോട്ടും കൂടി സേവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.